എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡാനിയൽ. തൃശ്ശൂരാണ് സ്ഥലം. ഇപ്പോൾ ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 3ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനിൽ വന്നത് ഡിസംബർ 12 ആയിരുന്നു. അപ്പോൾ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും, 1 മാസം നമുക്ക് സ്കൂളിൽ ക്ലാസ്സസ് ആയിരുന്നു, ഇവിടുത്തെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ജനുവരിയിലേക്കാണ് നമുക്ക് കമ്പനിയിലേക്ക് വന്നിട്ട് നമ്മൾ വർക്കിലേക്ക് കയറിയത്. ജനുവരി 20 തൊട്ടാണ് വർക്കിലേക്ക് കയറിയത്. ജനുവരി 17 നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ കമ്പനിയുടെ ഈ അക്കൗണ്ടൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇതുവരെയുള്ള ഇവിടുത്തെ എക്സ്പെൻസസ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് വരുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഡിസംബർ 12 ഇവിടെ വന്നത്. അപ്പോൾ ആദ്യത്തെ മാസം നമുക്ക് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജോലിയൊന്നുമില്ല. നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 50,000 രൂപ ഞാൻ ഫോറക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ടാക്സ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 70,000 എൻ്റെ അടുത്ത് ഏകദേശം വന്നായിരുന്നു. എയർപോർട്ടിൽ നിന്ന് അണ്ട മാറ്റിയത്. വലിയ റേറ്റൊന്നും പറയാനില്ല, റേറ്റ് കുറച്ച് കുറവായിരുന്നു. പിന്നെ അവരുടെ കമ്മീഷന് കൂടി കഴിഞ്ഞപ്പോൾ ആകെ അത്ര കിട്ടിയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 70,000 yen കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ ആദ്യത്തെ മാസം ട്രെയിനിങ് ആണെങ്കിൽ പോലും നമുക്ക് ട്രെയിനിങ് അലവൻസ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടൂട്ടാ. അതിപ്പോൾ ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 70,000 yen ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. അത് ഒറ്റയടിക്കല്ല തന്ന്. അത് നമ്മൾ വന്നിട്ട് പിറ്റേ ദിവസം ഒരു 35,000 yen തന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു 35,000 yen തന്നു കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മീലിന്റെ എക്സ്പെൻസിനായിട്ടാണ് തന്നത്. അപ്പോൾ പഴയ വീഡിയോ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും, നമുക്ക് അവിടെ നിന്ന് ലഞ്ച് ബോക്സ്, അതിന് ബെന്തോ എന്നാണ് പറയാ, ലഞ്ച് ബോക്സ് ആണ് സ്കൂളിൽ തന്നുകൊണ്ടിരുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ചും ഡിന്നറും മാത്രം. ഉച്ചയ്ക്കും വൈകിട്ട് മാത്രം സ്കൂളിൽ നിന്ന് നമുക്ക് ഫുഡ് തരും. അപ്പോൾ അതിന് ഒരു നേരത്തിന് 400 yen ആണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 800 yen ആണ് വരിക. 800 yen ഒരു ദിവസത്തേത്. അപ്പോൾ 30 ദിവസം അവിടെ ട്രെയിനിങ് ചെയ്യണം എന്നാണ് ഇതിന്റെ. ഫസ്റ്റ് 30 ദിവസം ആ സ്കൂളിൽ താമസിക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ഇൻക്ലൂഡിങ് ഓഫ് ഡേയ്സ് 30 ദിവസം സ്കൂളിൽ സ്റ്റേ ചെയ്യണം. 20 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 30 ദിവസമാണ്. അപ്പോൾ ഒരു മാസം ഫുഡ് തന്നെ ഏകദേശം 24,000 yen വരും. പക്ഷെ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ന്യൂ ഇയറിന് ഹോളിഡേയ്സ് വന്നു. അപ്പോൾ വീണ്ടും കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയി. അങ്ങനെ മൊത്തം ഫുഡിന് വന്നത് ഏകദേശം 28,400-600 അങ്ങനെയാണ് വന്നത് നമുക്ക് ഫുഡിന്റെ എക്സ്പെൻസ് ഇട്ടാ. അപ്പോൾ അങ്ങനെ ഫുഡിന്റെ എക്സ്പെൻസ് പോയി. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് രാവിലത്തേക്ക് എന്തെങ്കിലും വല്ല ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്തെങ്കിലും മേടിക്കുമായിരുന്നു. അങ്ങനെ ആണ് ആദ്യത്തെ മാസത്തെ എക്സ്പെൻസ് വന്നത്. പിന്നെ വേറെ ഫസ്റ്റ് മന്ത് അങ്ങനെ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ സിം എടുത്തായിരുന്നു കേട്ടോ, ഇവിടുത്തെ ഡാറ്റ സിം. കാരണം ഇവിടെ വൈഫൈ കിട്ടാൻ കുറച്ച് താമസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിസീവിംഗ് ഓർഗനൈസേഷൻ നമ്മളോട് സിം ഒരെണ്ണം എടുത്തോളം പറഞ്ഞായിരുന്നു. ഡാറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ. 50 GB ഡാറ്റയാണ് എടുത്തത്. ഒരു മാസത്തേക്ക് ഏകദേശം 5,000 yen ആണ് വന്നത് സിമ്മിന്. 5,000 yen. അത് ഇനീഷ്യൽ ഡെപ്പോ ആദ്യമായിട്ട് എടുത്തുകൊണ്ടാണ് അത്രയും പൈസ കൊടുക്കേണ്ടി വന്നത്. പിന്നെ മാസം 3,600 yen ഉള്ളൂ 50 yen. ഫസ്റ്റ് എടുത്തുകൊണ്ട് ആ ഒരു ഇനീഷ്യൽ പൈസ അടക്കം 5,000 yen കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇത് രണ്ടും ആണ് മെയിൻ എക്സ്പെൻസ് ആയിട്ട് ഫസ്റ്റ് മന്ത് വന്നത്. പിന്നെ നമുക്ക് വേറെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വേറെ എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ പേഴ്സണൽ എക്സ്പെൻസ് ആയിരുന്നു, ജാക്കറ്റ് എടുത്തതും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് മന്തിലെ എക്സ്പെൻസ് എന്ന് പറയാനായിട്ടുള്ളത് പറഞ്ഞത്. അപ്പോ ഏകദേശം 29,000 yen ഫുഡിന് വന്നു. പിന്നെ 5,000 സിം, പിന്നെ പോയിട്ട് ഏകദേശം ഒരു 40,000 yen ആണ് ഫസ്റ്റ് മന്ത് എക്സ്പെൻസ് ആയിട്ട് വന്നത്. നാട്ടിലെ ഒരു 20,000 രൂപ. മെയിനായിട്ട് പൈസ വാങ്ങിക്കണത് ഫുഡിലാണ്, മീലിലാണ്. പക്ഷെ 400 yen ആ ലഞ്ച് ബോക്സ് ഒക്കെ ഭയങ്കര ലാഭമുണ്ട്. ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ഇവിടത്തെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ലഞ്ച് ബോക്സിന്റെ റേറ്റ് കാണിച്ചില്ലേ, ഇനി അടുത്ത ഷോർട്സിലൊക്കെ ഇനി കൂടുതൽ കാണിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ റേറ്റ് ഇപ്പോൾ 500, 600, 700 എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ 400 yen നല്ല ഡീസൻ്റ് ആയിരുന്നു. മീറ്റുള്ള ദിവസം അത്യാവശ്യം നല്ല മീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് ആണെങ്കിലും നല്ല വലിയ വണ്ടം പീസ് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു, വറുത്തതൊക്കെ. അങ്ങനെ നോക്കുക, റൈസൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ നമുക്ക്. കാരണം സ്കൂളിലേക്ക് കൊണ്ടുവരില്ല, ഒരു
ഒരു വലിയൊരു കണ്ടെയ്നറിൽ കുറെ റൈസ് കൊണ്ടുവരുമായിരുന്നു. അത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് മന്ത് അങ്ങനെയായിരുന്നു. ഡിസംബർ 12 തൊട്ട് ജനുവരി 17 വരെ ആയിരുന്നു. 17 രാവിലെ നമ്മൾ കമ്പനിയിലോട്ട് പോകുന്നു. അപ്പൊ ഇനി 17 തൊട്ടുള്ള എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 17 അല്ല എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 17 ഞങ്ങള് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് കമ്പനിയിൽ ഏൽപ്പിച്ചു. അപ്പൊ നമ്മുടെ സ്കൂളുകാരാണ് ഡ്രോപ്പ് ചെയ്തത്. സ്കൂളിൽ നിന്ന് വണ്ടിയാണ് ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ കുറച്ച് വിയറ്റ്നാംകാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കുമിയായിന്ന് നമ്മുടെ റിസീവ് കോളേജിൽ നിന്ന് ഒരു പുള്ളിക്കാരത്തി വന്നായിരുന്നു. ജപ്പാൻകാരിയായിരുന്നു. പുള്ളിക്കാരത്തി കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിച്ചു. പിന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു ഓൾറെഡി. ഒരു സൈൻ പോലും ഇടേണ്ടിയൊന്നുമില്ല. ഒറ്റ ജോയിനിങ് എല്ലാം ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ സ്കൂളിൽ വെച്ച് തന്നെ പഴയ പിടിക്കേണ്ടവർക്ക് അറിയായിരിക്കും. മറ്റേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ബാക്കി പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, മെഡിക്കൽ കഴിയുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ കഴിഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. യെസ്. എന്നിട്ട് കമ്പനി കയറി കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു, നമ്മുടെ അക്കോമഡേഷനിലേക്ക് വന്നു. സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരാഴ്ചകൾ ഗ്രോസറി മേടിക്കാനായിട്ട് പോയി. അപ്പൊ ആദ്യത്തെ ആഴ്ച അല്ല അന്നത്തെ ദിവസം ഒരു 10,000 എന്നെ പൊട്ടിയിട്ടാ. കാരണം എന്താ പറയാ, അന്നത്തെ ദിവസം ആദ്യമായിട്ട് വന്നുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ മേടിച്ച് കൂട്ടിയായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം ഒരു 10,000 എന്നെ പൊട്ടിയായിരുന്നു. അപ്പോൾ ആ 17 തൊട്ട് 26 വരെ ആദ്യത്തെ ഒരാഴ്ചത്തെ എക്സ്പെൻസ് അത് വന്നേക്കുന്നത് 28,938 യെന്നാണ്. അതിൽ മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റിലാണ് 10,555 പോയേക്കണേ. പിന്നെ ദൈസോ നിങ്ങൾക്കറിയായിരിക്കും, 100 yen, അതായത് ഒരു 1000 യെന്നിൻ്റെ ഉള്ളിൽ ഏറ്റവും ചീപ്പായിട്ട് ഒരു സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു ദൈസോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാ. ചാക്കുൻ ഷോപ്പ് എന്നൊക്കെ പറയായിരിക്കും അതിനെ. ചാക്കുൻ വേറെയാണ് ഇവിടെയും ഓൾമോസ്റ്റ്. അതായത് MRP ഇല്ലാത്ത എല്ലാ സാധനത്തിനും 100 yen വില. പിന്നെ അത് കൂടിയ സാധനങ്ങളെല്ലാം 100ന്റെ ഇതായിരിക്കും, 200, 300, 400, 500 അങ്ങനെ. അപ്പൊ അവിടെ ഒരു 2,660 എന്തൊക്കെ മേടിച്ചെന്ന് വെച്ചാൽ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. ഈ അരി കഴുകാനുള്ള സാധനം, പിന്നെ പാന് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിരുന്നു. ഞങ്ങൾ കമ്പനിയിൽ തന്നെ 2 ഫ്രൈ പാൻ, പിന്നെ കറി വയ്ക്കാനുള്ള പാനൊക്കെ തന്നിരുന്നു. അതിന് അടപ്പുണ്ടായിരുന്നില്ല. അടപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ മേടിച്ച് ഏകദേശം 28,938 yen ആദ്യത്തെ ഒരാഴ്ച ചിലവായിട്ടുണ്ട്. യെസ്. പിന്നെ എന്നിട്ട് വർക്ക് തുടങ്ങിയായിരുന്നു. ആദ്യ കാലങ്ങളിൽ നമ്മൾ മറ്റേ വെൻഡിങ് മെഷീനിൽ ചായ എടുക്കുന്ന കലാപരിപാടി ഉണ്ടായിരുന്നു. ചായ എടുത്തിട്ട് തന്നെ 4,000 yen പോയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം രണ്ടാളുടെ എക്സ്പെൻസ് ആണ് കേട്ടോ, കോമൺ എക്സ്പെൻസ് ആണ്. 4,000 yen അടുത്ത് ആദ്യത്തെ ഒരാഴ്ച പോയിട്ടുണ്ട്. അതിൽ പിന്നെയാണ് ഫസ്റ്റ് മന്തില് കറണ്ട് ബില്ലും വൈഫൈയും കൂടെ ഒന്നിച്ചാണ് കേട്ടോ. ആദ്യത്തെ മാസം ഇപ്പൊ കറണ്ട് ബില്ല് ആദ്യം ഇങ്ങനൊരു സാധനം വരും, ഓറഞ്ച് കളറിൽ. ഇത് വെച്ച് നമുക്ക് പേ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനൊരു സാധനം വരും. അപ്പൊ ഇതാണ് കൊണ്ടുപോയിട്ട് നമ്മൾ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് പേ ചെയ്യണേ. നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. പക്ഷേ പേ എന്ന് പറഞ്ഞൊരു ആപ്പാണ് അവിടെ യൂസ് ചെയ്യണത്. ആദ്യം എൻ്റെ ഫോണിൽ നിന്ന് കിട്ടത്തില്ലായിരുന്നു. പിന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാൻ മറ്റേ കൺട്രി മാറ്റിയപ്പോൾ ഇപ്പോൾ കിട്ടി. പക്ഷേ ID ഇതുവരെ വെരിഫൈ ആയിട്ടില്ല. നമുക്ക് മൈ നമ്പർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട് കേട്ടോ. അതിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ റെസിഡൻസ് കാർഡ്, സൈഡിയോ കാർഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അത് ഒരു വട്ടം റിജക്ട് ആയ അഡ്രസ്സും ഞാൻ ടൈപ്പ് ചെയ്ത അഡ്രസ്സും ഇതിനകത്ത് അഡ്രസ്സ് മാച്ച് ആവുന്നില്ല. അപ്പോൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ആണല്ലോ കൺവീനിയൻറ്റ്, നമ്മൾ അങ്ങനെ പഠിച്ചോണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വരും, കുറച്ചും കൂടി ഉണ്ട്. അത് അവർ കയറി എടുത്തു പേയ്മെന്റ് ചെയ്തപ്പോൾ. അപ്പോൾ ആദ്യത്തെ കറണ്ട് ബില്ല് വന്നത് 3,123 yen ആണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 23/12 to 26/1 കേട്ടോ. അതായത് 23/12 to 23/12 ഞങ്ങൾ സ്കൂളിലായിരുന്നു. 17 തൊട്ട്, അതായത് 26/1 ജനുവരി 26 വരെയുള്ളതാണിത്. അതായത് ഞങ്ങൾ 17 വന്നു, 26 വരെ. ആ ഒരു 9 ദിവസത്തെയാണ് കറണ്ട് ബില്ലായിട്ട് വന്നത്. 3,123 yen കറണ്ട് ആൻഡ് വൈഫൈ ഒരുമിച്ച്. ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് 6 ദിവസമല്ലേ, 6 ദിവസം കൊണ്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അടച്ചിരുന്നത് വഴിയില്ലല്ലോ. 3,123 yen. ഇതിന്റെ പകുതി ആയിരിക്കും റുപ്പീസിലാണെങ്കിൽ, ഇതിന്റെ പകുതി ആയിരിക്കും. പിന്നെ ഇതാണ് ആദ്യം വന്ന സാധനം. പിന്നെ ഇത് നമ്മൾ കൊണ്ട് അടച്ചത്. ഇത് രണ്ടാമത്തെ മാസത്തെ കറണ്ട് ബിൽ. ഞാൻ പറയാം എത്രയായിരുന്നു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തെ ചെലവ് എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ 17 ഇവിടെ വന്ന് ജനുവരി 17 തൊട്ട്
ഫെബ്രുവരി 16 വരെ 30 ചെലവ് നോക്കുകയാണെങ്കിൽ 71,332 yen. രണ്ടാളും കൂടിയിട്ടാ 71,332. അത് കറണ്ട് ബില്ല്, വൈഫൈ, പിന്നെ സിമ്മിന്റെ റീചാർജ്, പിന്നെ അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചത്, ഗ്രോസറി എല്ലാം കൂടി കമ്പൈൻഡ്. അത് രണ്ടുപേരും കോമൺ ആയിട്ട് കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ പേഴ്സണലായിട്ട് എന്റെ കൂടുതൽ പുള്ളി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. അതല്ല, കമ്പൈൻഡ് ആയിട്ട് ഉള്ള ബില്ല് കോമൺ ആയിട്ട്. പിന്നെ എല്ലാ ശനിയാഴ്ച ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അതും കൂടി കൂട്ടിയിട്ട് ഫസ്റ്റ് മന്ത് ചെലവ് എന്ന് പറയുന്നത് 71,332 yen. ഇതിന്റെ പകുതി ആക്കി കഴിഞ്ഞാൽ നാട്ടിലെ പൈസക്ക് നോക്കുകയാണെങ്കിൽ ഒരു 36,000 എന്നാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒരാൾക്ക് ഏകദേശം 18,000 രൂപ. ഓക്കെ, അതാണ് ആദ്യത്തെ മാസ ചെലവ്. അതായത് കുറെയൊക്കെ സൂപ്പർ മാർക്കറ്റ് അറിയാണ്ടും പിന്നെ ചീപ്പാന്ന് അറിയാണ്ടും അങ്ങനെ കുറെ അവിടെ കലം തിരിഞ്ഞ് വില കൂടി സാധനം എടുത്ത് ഇപ്പൊ നമ്മൾ ഒരുവിധം ട്രാക്കിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ എവിടെ സാധനം കിട്ടുന്ന അറിയാം. കാരണം ഇപ്പോ ഈ 15,000 ഒരാഴ്ച ഷോപ്പിങ്ങിൽ ഒരു 11,000 എന്നൊക്കെ ആയിരുന്നത് ഒരാഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഇപ്പൊ ഒരു 6,000, 5,000 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ആവശ്യം സാധനം മാത്രമേ എടുക്കാറുള്ളൂ. വെറുതെ ചവറ് പോലെ കണ്ടൊന്നും വലിച്ചവരെ എടുക്കാറില്ല. മൊത്തത്തില് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാ 71,332 ഫെബ്രുവരി 16 വരെ ഒരു മാസം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ അരിയുടെ വില എന്ന് പറയുന്നത് 10 കിലോ അരിക്ക് ഞങ്ങൾ വന്ന സമയത്ത് 6,876 പ്ലസ് ടാക്സസ് ആയിരുന്നു. ജാപ്പനീസ് സ്റ്റിക്കി റൈസ് ആണ് 10 കിലോ. ടാക്സസ് അടക്കം 6,891. പക്ഷെ ഇപ്പൊ കൂട്ടിയിട്ട് ഇപ്പൊ ഏകദേശം 8,400 അടുത്തൊക്കെ വരുന്നുണ്ട്. അരിയുടെ വില കൂടി, പണ്ട് തൊട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, ഇൻഫ്ലേഷൻ, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അരിയുടെ വില ഇതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ബസ്മതി റൈസ് മേടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മുടെ അരിയാണ്. പിന്നെ റേറ്റും കുറവാണ്. 5 കിലോ ഏകദേശം 3 സംതിങ്ങിന് കിട്ടിയേട്ടാ. കറക്റ്റ് വില വീഡിയോയിലുണ്ട്. ഓക്കെ, പിന്നെ ഉണ്ടോ 17 തീയതി ആയപ്പോഴത്തേനും ഒരാഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഏതാണ്ട് 7,246 വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കുറഞ്ഞു. സിമ്മിന്റെ റീചാർജ് വരുന്നത് 50 GB സോഫ്റ്റ് ബാങ്ക് ആണ് ഞങ്ങൾ നിലവിൽ യൂസ് ചെയ്യണത്. 3,240 തന്നെയാണ്. ഡാറ്റ മാത്രമേ ഉള്ളൂ. പിന്നെ OTP കാര്യങ്ങൾ വരും. കോൾ വിളിക്കാൻ പറ്റില്ല, ഇൻകമിങ് ഇല്ല, ഔട്ട് ഗോയിങ് ഇല്ല. പക്ഷേ ഇപ്പൊ ഞാൻ വേറൊന്നും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം വന്നിട്ടുണ്ട്. 20 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും ഏകദേശം ഒരു 3,800 yen ഒരു മാസത്തേക്ക് വന്നിട്ടുണ്ട്. അതേസമയം 20 GB ഡാറ്റയും 10 മിനിറ്റിനുള്ളിലുള്ള കോള് കൂടിയിട്ട് 2,600 ആ ഒരു റേഞ്ചിലേക്കും കിട്ടുന്നുണ്ട്. 2,600 yen. അതായത് 10 മിനിറ്റിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ കോള് കട്ടാവും. മനസ്സിലായില്ലേ? ഒരു കോള് വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ തീർക്കണം. അങ്ങനത്തെ അതിന് 880 എന്നാ തോന്നുന്നു കേട്ടോ ഒരു മാസത്തേക്ക്. അങ്ങനെ രണ്ടും കൂടി 20 GB ഡാറ്റയും പിന്നെ ഈ ഒരു പ്ലാനും കൂടി കൂടിയിട്ട് 2,600, 2,800 ആ റേഞ്ചിൽ കുറെ തപ്പി വെച്ചിട്ടുണ്ട്. ഇനി എടുക്കണം ഈ ഞായറാഴ്ച. കാരണം അടുത്ത് ബിൽ പേയ്മെന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതിന്റെ ഇത് നമ്മൾ മിനി സ്റ്റോപ്പിൽ പോയിട്ടാണ് അടയ്ക്കണത്. അപ്പൊ ഇത് ഒഴിവാക്കാന്ന് വെച്ചിട്ടാണ്. ഇത് എന്തായാലും നമുക്ക് 50 GB ആവശ്യമില്ല. ഏകദേശം ഒരു 20-25 GB മാക്സിമം യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ വൈഫൈയും ഉണ്ട്. പിന്നെ ഇത്ര പൈസ, പിന്നെ അത് കോൾ വിളിക്കാനും പറ്റത്തില്ല. എന്തിനാണ് വെറുതെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പിന്നെ മെയിൻ ആയിട്ട് വന്നത് ഓക്കെ. അപ്പോ ഇനി 2ാം മാസത്തില് ഗ്യാസ് ബില്ലും വന്നു, കറണ്ട് ബില്ലും വന്നു. 2ാം മാസം. സോ 2ാം മാസത്തെ കറണ്ട് ബില്ല് അതായത് 23-ാം തീയതി. സോറി ഗൈസ്, മരപ്പ്. 27 ജനുവരി 27 തൊട്ട് ഫെബ്രുവരി 24 വരെയുള്ള കറണ്ട് ആൻഡ് വൈഫൈ ബില്ല് അത് രണ്ടും കൂടെ വന്നേക്കണത് 8,509 എന്നാണ് കേട്ടോ. 8,509 yen. ഇതാണ്. ഇത് ഓൾറെഡി അടച്ചു. അടയ്ക്കേണ്ട ഡേറ്റ്. ഗ്യാസ് ബിൽ നിങ്ങൾ ഹോം ടൂർ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഇവിടെ ഗ്യാസ് അല്ല, അതും കറണ്ടാണ്. അപ്പോൾ അത് വന്നേക്കണത് ഫെബ്രുവരി മാസത്തെ 13,696 എന്നാണ് കേട്ടോ അതും വന്നേക്കണത്. കഷ്ടകാലത്തിന് ഗ്യാസ് എൻ്റെ പേരിലാണ്, കറണ്ട് ബില്ല് മാത്യുവിന്റെ പേരിൽ. മാത്യു ഭാഗ്യവാൻ. വീട് മാത്യുവിന്റെ പേരിലാട്ടോ. നൈസായിട്ട് ഞാൻ മാത്യുവിന്റെ പേരിൽ ഇരിക്കണം. മീൻസ്
കൊറിയർ വരാനും പിന്നെ ബാക്കിയുള്ള പേപ്പർ വർക്കൊക്കെ എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ മാത്യു എൻജോയ് ചെയ്തോട്ടെ. ഗ്യാസും കൂടി മാത്യുവിന്റെ തലയ്ക്ക് വെക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പം കറണ്ട് ബില്ല് 8,509, ഗ്യാസ് ബില്ല് 13,696. ഓക്കെ, ഇത് രണ്ടാണ് ഏറ്റവും വലിയ ചെലവായിട്ട് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പോ 2 മാസം ടോട്ടൽ വന്നേക്കുന്നത് 68,820 തന്നെയാണ് കേട്ടോ. അപ്പോ നമ്മുടെ കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല്, വൈഫൈ ബില്ല്, പിന്നെ നമ്മുടെ ഒരു മാസത്തെ ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് കോമൺ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത് 60,820. ഏകദേശം നാട്ടിലെ 35,000 രൂപ അപ്രോക്സിമേറ്റ്ലി ഒരാൾക്ക് ഏകദേശം 17,500 വന്നേക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾ കുറവാണ്, കാരണം കഴിഞ്ഞ മാസം ഗ്യാസ് ബില്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ബില്ലും കറണ്ട് ബില്ലും കൂടി തന്നെ ഏകദേശം 13,000-22,000 എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എക്സ്പെൻസസ് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഈ കഴിഞ്ഞ 2 മാസത്തെ ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. സാലറി അല്ലേ, ഏകദേശം ഒരു മാസം ഒരു ടെക്നിക്കൽ ഇന്റേൺ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള ഒരു ട്രെയിനിക്ക് ഏകദേശം എത്ര കിട്ടുമെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ സാലറി സ്ലിപ്പാണ് കേട്ടോ. അത് സാലറി ഡേറ്റിന് ഒരാഴ്ച മുന്നേ ഇത് വരും, കമ്പനിയിൽ നിന്ന് കിട്ടും നമുക്ക്. അപ്പൊ ഇതിൽ നമ്മുടെ ഡിഡക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് ഏകദേശം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ ഓവർ ടൈം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിഡക്ഷൻസ് എന്ന് പറയാം. ആദ്യമായിട്ട് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. 8,901 എന്നാണ് കഴിഞ്ഞ മാസത്തിൽ വന്നേക്കണേ. പിന്നെ വെൽഫെയർ പെൻഷൻ ആയിട്ട് 16,470 എന്നാണ് കഴിഞ്ഞ മാസം പോയേക്കണത്. അത് ഈ 3 ട്രെയിനിങ് കഴിയുന്നതോടുകൂടി നമുക്കിത് വിത്ഡ്രോ ചെയ്യണം. നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വിത്ഡ്രോ ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ആണ്. 883 എന്നാണ്. പിന്നെ സോഷ്യൽ ഇൻഷുറൻസ് 26,254 എൻ. അടുത്തത് ഇൻകം ടാക്സ് ആയിട്ട് 720 എൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ റെന്റ്, ഈ അക്കോമഡേഷന്റെ റെന്റ് 10,000 എന്നാണ്. ടോട്ടൽ 20,000. എന്റെയും എന്റെ കൂടെയുള്ള പുള്ളിയുടെ കൂടെ കൂടിയിട്ട് 20,000 എൻ. ഈ വീട് ഹോം ടൂർ കണ്ടവർക്ക് ഈ വീടിന്റെ സൈസ് ഏകദേശം അറിയായിരിക്കും. അപ്പോൾ 20,000 കിട്ടത്തില്ല, ഈ ഒരു വീട് ഇവിടെ കിട്ടത്തില്ല, എന്തായാലും കിട്ടത്തില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സില് ഇവരാക്കി വർക്ക് സൈറ്റ് പാർട്ട് 3 ഞാനൊരു അപ്പാർട്ട്മെന്റിന്റെ സൈസ് കണ്ടിട്ട് അന്ന് നോട്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഏകദേശം ആ ഒരു പുതിയ ജപ്പാൻകാരൻ ഞങ്ങളുടെ കമ്പനി വന്നിട്ടുണ്ട്. പുള്ളി ഏകദേശം അത്രയും വലിപ്പമുള്ള ഒരു അക്കോമഡേഷൻ എടുത്തേക്കണത്, ഒരു അപ്പാർട്ട്മെന്റ്. ഏകദേശം അതിന് പുള്ളിക്കാരൻ മാസം 40,000 എന്നാണ് പേ ചെയ്യുന്നത് ആ ഒരു അക്കോമഡേഷന്. അപ്പൊ ആ ഒരു സൈസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് ആ ഒരു ചെറിയ സ്പേസിനുള്ളിലാണ് എല്ലാം വരുന്നത്. ബെഡ്റൂം, ടോയ്ലറ്റ്, വാഷ്റൂം, കിച്ചൺ, അങ്ങനെ ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ് എല്ലാം കൂടെ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളതിന് 40,000. അങ്ങനെ പോകുമ്പോൾ ലോട്ടറിയാണത്. ഞങ്ങളുടെ മുതലാളി അടിപൊളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് പുള്ളി. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഡക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാം കൂടി ടോട്ടൽ 36,974 എന്നാണ് വന്നിട്ടുള്ളത്. സോ അത്രയാണ് പേ സ്ലിപ്പിൽ. പിന്നെ സാലറി അല്ലേ, ഇപ്പൊ എല്ലാവർക്കും അതായിരിക്കും അറിയേണ്ടത്, സാലറി എത്ര കിട്ടും. ജപ്പാനിലെ ഓരോ പ്രിഫെക്ചർ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്ത്യയിലെ ഇപ്പൊ സ്റ്റേറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു പ്രിഫെക്ചറിൽ അവിടുത്തെ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു മിനിമം വേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഫോറിനർ ആണെങ്കിലും ഇവിടുത്തെ നാഷണാലിറ്റി ആണെങ്കിലും മിനിമം അത്ര കൊടുത്തിരിക്കണം. ഒരു മിനിമം വേജ് ഉണ്ട് അവറിലാണ് അവിടെ വേജ് വരണത്. ഒരു വീക്കിൽ നമ്മൾ 40 മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടത് ലീഗലി. അത് കഴിഞ്ഞിട്ട് 41 മണിക്കൂർ തൊട്ടത് ഓവർ ടൈം ആയിരിക്കും. 25% ബേസിക് പെയ്ഡ് ഹൈക്ക് ഉണ്ടായിരിക്കും. അപ് ടു 60 അവർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ 61 മണിക്കൂർ വെച്ചിട്ട് ഒരാഴ്ചയിൽ 61 മണിക്കൂർ വരെ പണിയെടുക്കുകയാണെങ്കിൽ 61 മണിക്കൂർ വെച്ചിട്ട് അത് 50% ഹൈക്കായിരിക്കും മിനിമം. അപ്പോൾ ഓരോ പ്രിഫെക്ചറിനും ഒരു ബേസിക് പേ ഉണ്ട്. അതെന്തായാലും ഒരു ടെക്നിക്കൽ ഇന്റേണിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ള സ്ഥലം ഷിഗയാണ്. ഷിഗ പ്രിഫെക്ചറിൽ ഒത്സു എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഒത്സു എന്ന് പറഞ്ഞ നമ്മുടെ സിറ്റി. അപ്പോ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പൊ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രിഫെക്ചറിന്റെയും മിനിമം വേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിൽ അടിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് ഒരു ദിവസം 8 മണിക്കൂർ ഇൻറ്റു ഒരു മാസം എത്രയാണ്, എത്ര വർക്കിംഗ് ഡേയ്സ് ആണ്. സൺഡേസ് എനിക്ക് ഓഫാണ്. അപ്പോൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര നിങ്ങൾക്ക് സാലറി ആയിട്ട്
കിട്ടാം. പിന്നെ ഈ ഡിഡക്ഷൻസും എക്സ്പെൻസസും കൂടി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് സേവ് ചെയ്യാന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം. അത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഉള്ളത് TATP കുറിച്ചാണ് കേട്ടോ. ടെക്നിക്കൽ ഇന്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 18, 19, 20 ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. അത്യാവശ്യം പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്. കാരണം മേലാണെങ്കിൽ പണിയെടുക്കണം. ഞാൻ വന്ന കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് അല്ല എന്തായാലും അറിയായിരിക്കും. ജപ്പാൻകാർ പണിയെടുത്ത് ജീവിക്കുന്നവരെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല, പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ആത്മാർത്ഥതയുടെ നിറകുടങ്ങളാണ് ഇവര്. പണി എന്ന് പറഞ്ഞാൽ 100%. 8 മണിക്കൂറിന് 8 മണിക്കൂർ പണിയെടുക്കണം അല്ലേ. ഇവര് കുറച്ച് ഓവർ വർക്കിംഗ് ആണെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവരങ്ങനെയാണ്, ഒന്നും ചെയ്യാനില്ല അതില്. അപ്പോ ഏകദേശം നാട്ടില് വെറുതെ +2 കഴിഞ്ഞ് 3 കൊല്ലം ഡിഗ്രിക്ക് പോയി ആ ഒരു സമയം കളയുന്ന സമയത്ത് ഇവിടെ വന്നൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഫാർ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ഒന്നാമത് നിങ്ങളുടെ ഇൻകം പൊട്ടൻഷ്യൽ ആ ഒരു പ്രായത്തിൽ, പിന്നെ നിങ്ങൾക്ക് ഇടുന്ന എക്സ്പോഷർ. ചുമ്മാ ഒരു കോളേജിൽ 4 ചമരണത്തിരുന്ന് നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും എഴുതി ബുക്ക് പഠിക്കുക, ചുമ്മാ പാസ്സായി ആ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇറങ്ങി നിങ്ങൾ 10,000, 12,000 രൂപയ്ക്ക് നാട്ടിൽ സാലറി മേടിക്കുന്നതിനേക്കാളും ഡിഗ്രി കഴിഞ്ഞൊരു 20 വയസ്സായി അതിനേക്കാൾ എത്ര ബെറ്ററാണ് ഒരു 6 മാസം കുറച്ച് മെനക്കെട്ട്. അത്ര മെനക്കെടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നല്ല പഠിക്കേണ്ട സ്ഥലത്ത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. ഞാനൊരു ബേസിക് ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഞാനും വലിയ ബുദ്ധിജീവി കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത്ര വലിയ പാടായിട്ട് തോന്നിയില്ല. പഠിച്ചെടുത്തു. കൂടുതൽ പിന്നെ ഞാൻ മാർക്കിലൊന്നും ഫോക്കസ് ചെയ്യാറില്ല. എനിക്ക് കമ്മ്യൂണിക്കേഷൻ, സ്പീക്കിംഗ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അത്യാവശ്യം ഫ്ലുവന്റ് ആയിട്ട് ബേസിക് ലെവൽ കോൺവെർസേഷൻ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരോടും പുറത്തു പോകണമെന്നോ എല്ലാവരും ഡിഗ്രിക്ക് പോകണ്ടെന്നൊന്നും അല്ല കേട്ടാ. എന്നെ പോലെ അറിയാലോ, ബിലോ ആവറേജ് ആർക്കോ വേണ്ടി 12 കൊല്ലം പഠിച്ച് ഇനിയിപ്പോ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് ഇനി എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ഐഡിയ ഇല്ലാത്ത, മനസ്സിലായില്ലേ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് നമ്മളെ പോലത്തെ മെജോറിറ്റി ബിലോ ആവറേജ് സ്റ്റുഡൻസിനോടാണ്. ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ തരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിരുന്നത് ഞാൻ വെറുതെ ഇത്ര സമയം കളഞ്ഞിപ്പോ 20, 23, 24 വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് ഇവിടെ വരുന്ന കാര്യമില്ല. ഏകദേശം 18-ാമത്തെ വയസ്സിൽ ഞാനിപ്പോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്താ പറയാ, എന്റെ ഫസ്റ്റ് TATP കഴിഞ്ഞ് ഇപ്പൊ ഞാനത് SSW അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് വിസയിലോട്ടോ കൺവേർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വരോടാണ് ഞാൻ ഒരു ഓപ്ഷൻ ആയിട്ട് പറയാണ്. ബിക്കോസ് ഇൻകം പൊട്ടൻഷ്യൽ കൂടുതലാണ് ആ ഒരു പ്രായത്തില്. വേറെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കത്തില്ല, +2 സർട്ടിഫിക്കറ്റ് ഇവർക്ക് വേണ്ട, അതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ ആരും ഇംഗ്ലീഷ് വായിക്കത്തില്ല. അത് വെച്ച് ഇവിടെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, ഒന്ന് പണിയെടുക്കാനുള്ള മനസ്സ്, പണിയെടുക്കാനുള്ള ആരോഗ്യം, പിന്നെ കുറച്ച് ലാംഗ്വേജ്, കയറിപ്പോരാനുള്ള ലാംഗ്വേജ് മതി. പിന്നെ ഇവിടെ വന്ന് പഠിച്ചോളും. വേറെ വഴിയില്ലാത്തവർ പഠിച്ചോളും. ഇവിടെ ആരും ഇംഗ്ലീഷ് പറയത്തില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു, ഇവിടെ ഏജിങ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും ഭയങ്കര പ്രായമായിട്ട് ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോ ചെറുപ്പക്കാർ കുറവാണ്. ഇവര് ചൈൽഡ് ബർത്തും കുറവാണ്. ഇവിടെ ആരും കല്യാണം കഴിക്കുന്നില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് പണിക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ല. പക്ഷെ പഠിച്ച് നല്ല രീതിക്ക് പഠിച്ച് ലാംഗ്വേജ് മനസ്സിലാക്കി, കൾച്ചർ മനസ്സിലാക്കി, വർക്ക് കൾച്ചർ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാല് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ചാൻസസ് കൂടുതലാണ്. നാട്ടിൽ ഞാൻ ഏകദേശം ഒരു 4 കൊല്ലം പണിയെടുത്താണ്. എന്റെ സാലറി എത്ര എനിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. എന്റെ പഴയ ജോലിയും ഞാൻ എത്ര മണിക്കൂർ പണിയെടുത്തു വിത്തൗട്ട് ഓവർ ടൈം ഇല്ലാണ്ട്. അതായത് വേറെ എക്സ്ട്രാ പേ ഒന്നുമില്ല. എല്ലാ മാസവും ഞാൻ 9 മണിക്കൂർ പണിയെടുത്താലും ഞാൻ 14 മണിക്കൂർ പണിയെടുത്താലും എനിക്ക് കിട്ടുന്ന ഒരേ പൈസയായിരുന്നു. എന്നിട്ട് ഞാൻ ആത്മാർത്ഥം നിറകൂടമായിട്ട് ഇങ്ങനെ ചത്തിർന്ന് പണിയെടുത്ത് അല്ലേ, പ്രഷർ, ടോക്സിക് വർക്ക് കൾച്ചർ, അങ്ങനെ. ഓക്കെ, അപ്പോ അതാണ് ഞാൻ പറയാവുന്നത്. 18 to 20 കാറ്റഗറി പണിയെടുക്കാൻ താല്പര്യമുള്ള ബ്ലൂ കോളർ പ്രൊഫഷനോട് താല്പര്യമുള്ള പിള്ളേർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ വേറൊരു വിസ കാറ്റഗറിയാണ് SSW, സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞിട്ട്. ഇതിന് നിങ്ങൾ 2 എക്സാംസ് ക്ലിയർ ചെയ്യണം. JFT ബേസിക്കിന്റെ A2 ലെവലും പിന്നെ ഏതെങ്കിലും ഒരു സ്കിൽ. ഇപ്പൊ അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ സ്കിൽ അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. പിന്നെ കൈഗോ കെയർ വർക്കർ, അതായത് ഓൾഡ് ഏജ് ഹോംസിൽ കെയർ വർക്കറിന്റെ വിസ. അങ്ങനെ ഓൾഡ് ഏജ് ഹോംസ് കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പിന്നെ ഹോസ്പിറ്റൽസിലും കെയർ വർക്കറിന്റെ ഇത് വരും. ആൾക്കാരെ നോക്കുക, ശുശ്രൂഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങള്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ 2 എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം.
അത് ഒരു പ്രോപ്പർ വർക്ക് ബേസ് ചെയ്യണ്ട. ഇതൊരു ഇന്റേൺഷിപ്പ് ആണ്. ഒരു ഇന്റേൺ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര ഫ്രീഡം ഒന്നുമില്ല. ഒരു ഇന്റേൺ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ തന്നെ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ ലാംഗ്വേജ് അറിയാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അത്ര രീതിയിൽ എത്രയൊക്കെ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഭക്ഷണം കഴിച്ചു, താങ്കൾ ആരാകുന്നു, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു ലെവൽ ജാപ്പനീസ് ആണ്. പക്ഷെ ഇവർ ഒരിക്കലും ഈ ബ്ലൂ കോളർ പ്രൊഫഷൻസിൽ, അതല്ല ഞാനിപ്പോ കൺസ്ട്രക്ഷനിലെ ജോലിക്ക് പോകുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാകാണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ യെസ്, ഇമ്പ്രൂവ് ആവുന്നോണ്ടിരിക്കുന്നു. പറഞ്ഞ് എവിടെ എത്തിയല്ലേ. ഓക്കെ, അപ്പോ അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു, ഓഫാണ് കേട്ടോ. ഇന്നിവിടെ എന്തോ നാഷണൽ ഹോളിഡേ എന്താണെന്ന് തോന്നുന്നു. ഓഫ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എന്താണെന്ന് ചോദിക്കാറില്ല. അപ്പൊ 11:45. ഇനിയിപ്പോ ഫുഡ് കഴിക്കണം, ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. എവിടെയും പോകുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ യുവർ ടൈം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.